കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി രൂപതകളിൽ നിസ്തുലമായ സഭാസേവനം ചെയ്ത് വിശ്വാസികൾക്ക് മാതൃകയായ അതുല്യ വൈദിക ശ്രേഷ്ഠനാണ് ഫാദർ മാത്യു ചെറുതാനിക്കൽ. പ്രവർത്തന രംഗങ്ങളിൽ ഞങ്ങളെ കണ്ടുമുട്ടുവാനിടയായത് അഭിനന്ദ ചെറുതാനിക്കലച്ഛന് നാട്ടിലെ കൊച്ചച്ഛൻ എന്നുള്ള രീതിയിലുള്ള പരിശീലനത്തിന് ശേഷം ആറുകാണിയിലെ വികാരിയായി വന്ന അവസരത്തിലാണ്. ആ സമയത്ത് അമ്പൂരിയിലെ അസിസ്റ്റൻറ്റ് വികാരിയും അവിടുത്തെ സോഷ്യൽ പ്രോജക്ട്സിൻ്റെ ഡയറക്ടറുമായിട്ടാണ് ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്നത്. രൂപത എസ്റ്റേറ്റിൻ്റെയൊക്കെ ചുമതലയും എനിക്കായിരുന്നു. ആറുകാണി വളരെ അപരിചിതമായൊരു പ്രദേശമായിരുന്നു. ഇന്ന് തക്കല രൂപതയിലാണ്, തമിഴ്നാട് സ്റ്റേറ്റിലാണ് സ്ഥലം. ഒത്തിരിയേറെ ബുദ്ധിമുട്ടിൻ്റെയും പ്രാരാബ്ധങ്ങളുടെയും മധ്യത്തിലാണ് അച്ഛൻ അവിടെ വികാരിയായിട്ട് ചുമതലയേൽക്കുക. ആയിരത്തി 1973 ചങ്ങനാശ്ശേരി രൂപതയുടെ മിഷൻ പ്രദേശമായ കന്യാകുമാരി ജില്ലയിലാണ് ചെറുതാനിക്കൽ അച്ഛൻ തൻ്റെ സ്വതന്ത്ര വൈദിക ശുശ്രൂഷകൾ സമാരംഭിക്കുന്നത്. മുൻഗാമികൾ ചെയ്തു വന്ന ആ ഒരു പ്രവർത്തനം വളരെ ഊർജ്ജസ്വലതയോടുകൂടി ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ മാത്യു ചെറുതാനിക്കൽ അച്ഛൻ. അച്ഛൻ മനുഷ്യൻ്റെ സാംസ്കാരികവും ബൗദ്ധികവും ആധ്യാത്മികവുമായ ഉന്നമനത്തിന് വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആധ്യാത്മികമായ ഉന്നമനത്തിന് വേണ്ടി ഒരു ഇടവകയിലുള്ള ആബാലബിദ്ധ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെയധികം ആധ്യാത്മികമായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, സാംസ്കാരികമായി ഒരു ഉന്നമനത്തിന് വേണ്ടി ജാതി മത ഭേദമന്യേ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് മാത്യു ചെറുതാനിക്കൽ അച്ഛൻ. ഉദാഹരണത്തിന്, ഇന്ന് ഇവിടെ ഈ സംരംഭം ആരംഭിച്ചപ്പോൾ ഒരു വ്യക്തിയെ, അതായത് ഹൈന്ദവ വിശ്വാസത്തിലുള്ള ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഈ ഒരു അച്ഛൻ ഒരു 5 വർഷക്കാലം ഈ ഇടവകയിലുണ്ടെങ്കിൽ ഈ ഇടവക സ്വർഗമായി തീർന്നേനെ എന്ന്. അത്രമാത്രം എല്ലാ മതസ്ഥരോടും ഒരു പ്രത്യേക പരിഗണനയോടുകൂടി സാംസ്കാരികമായ ഉന്നമനത്തിന് വേണ്ടി ശ്രമിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് നമ്മുടെ മാത്യു ചെറുതാനിക്കൽ അച്ഛൻ. അമ്പൂരിക്കടുത്ത് തമിഴ്നാട്ടിൽ ആറുകാണി പ്രദേശത്തെ തിരുക്കുടുംബ ദേവാലയത്തിൻ്റെ വികാരിയായി ചുമതലയേൽക്കാൻ വന്നതു തന്നെ ഏറെ സംഭവബഹുലമായ ചരിത്രമാണ്. 1973 മെയ് മാസം 17-ാം തീയതി അഭിമന്യ പടിയറ പിതാവ് എന്നെ 6 കാണി 10 കാണി പള്ളികളുടെ വികാരിയായി നിയമിച്ചു. ആ നിയമനവും കൊണ്ട് ഞാനിവിടെ വന്നു. ഇവിടെ വരുമ്പോൾ വളരെ ദുർഘടമായ വഴിയായിരുന്നു. അന്ന് തിരുവനന്തപുരം മുതൽ പന്ത എന്നൊരു സ്ഥലമുണ്ട്, നെയ്യാർ ഡാമിനടുത്ത്. അവിടം വരെയൊക്കെ വണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല വഴിയൊന്നുമില്ലാതെ ഒരു ജീപ്പിൽ വളരെ പ്രയാസപ്പെട്ട് ഏതാണ്ട് പാതിരാ സമയത്തോടുകൂടി ആറുകാണിയിലെത്തി. ആൾക്കാരെന്നെ നോക്കിയിരുന്നവരെല്ലാം വീടുകളിൽ പോയിരുന്നു. അന്നവിടെ താമസിച്ച് പിറ്റേ ദിവസം ആൾക്കാരുമൊക്കെ വന്ന് ആയിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ ആറുകാണിയിൽ ആരംഭിച്ച എൻ്റെ ഔദ്യോഗികമായ സഭാസേവനം തുടർന്നുകൊണ്ടിരുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ 10 കാണിയിലും വന്ന് കുർബാന ചൊല്ലും. ഇവിടെ അധികവും തമിഴ്ക്കാരായിരുന്നു, പിന്നെ കുറച്ച് മലയാളികളും ഉണ്ടായിരുന്നു. ഒട്ടും പരിഷ്കൃതമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നും ഒരു വിശ്വാസ സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് ഈ പ്രദേശത്ത് അച്ഛൻ ചെയ്തത്. അതാകട്ടെ ദൈവ നിവേശിതവുമാണ്.
അച്ഛനെ എപ്പോഴും എല്ലാവരും, ചെറുതാനിക്കലച്ഛൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ആരാധനാ പാത്രമായിരുന്നു. ഇപ്പോഴും അച്ഛനെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ജാതി മത ഭേദം, ഇവിടെ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹം ഇപ്പം മരിച്ചുപോയി, അദ്ദേഹം ചെറുതാനിക്കലച്ചെന്ന് വെട്ടിക്കാട്ടിലച്ചെന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി ബഹുമാനത്തോടെ പറയുമായിരുന്നു. ഹിന്ദുവാണ് എങ്കിലും. അപ്പോൾ എല്ലാവരോടും സഹകരിച്ചു പോകുന്നതിൽ, എല്ലാവരുടെയും സഹകരണം തേടുന്നതിൽ അദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ആരുടെയും കഴിവുകളല്ല ഇതൊന്നും നമ്മുടെ കഴിവുകളല്ല. പിന്നെയോ ദൈവം അച്ഛന് കൊടുത്ത, ബഹുമാനപ്പെട്ട ചെറുതാനിക്കലച്ഛന് കൊടുത്ത ദൈവദാനമാണത്. അദ്ദേഹത്തിന് എവിടെ ചെന്നാലും സ്കൂളുകൾ പണിയുക, കുട്ടികൾക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം ലഭിക്കണം, ആരും അക്ഷരാഭ്യാസം ഇല്ലാതെ പോകരുത് എന്നുള്ള ഒരു ചിന്താഗതി അച്ഛനുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഒത്തിരി പരിശ്രമിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. കുർബാനയാണെങ്കിലും ഒക്കെ വളരെ നിർത്തി, അന്നത്തെ ഇത് തന്നെ ഈ കുർബാന തന്നെയായിരുന്നെങ്കിൽ അന്ന് നിർത്തി നല്ല ഭക്തിയോടുകൂടി അച്ഛൻ്റെ കുർബാന കണ്ടാൽ നമുക്ക് ഈശോ നമ്മിലേക്ക് ഇറങ്ങി വരുന്നത് പോലെയുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാവരുത്. അത്രയ്ക്കും ഭക്തി നിർഭരമായിരുന്നു അച്ഛൻ്റെ വിശുദ്ധ കുർബാനയും അതുപോലുള്ള ഞങ്ങളുടെ എല്ലാവരോടുമുള്ള പ്രവർത്തനങ്ങളും. ജാതീയവും ഭാഷാപരവുമായ വേർതിരിവുകൾക്കപ്പുറം ഈ നാടിനെ അതിൻ്റെ സമഗ്രതയിൽ ചേർത്തു പിടിച്ചുകൊണ്ടാണ് അച്ഛൻ ഈ പ്രദേശത്തെ നയിച്ചത്. ഈ പള്ളി ഇവിടെ തുടക്കം കുറിച്ച് തോട്ടിനാൻറ്റീച്ചറാണ്, ആറുകാണി പള്ളി. അതിനുശേഷം ഫാദർ ജോസഫ് വെട്ടിക്കാട് വന്നു. അത് കഴിഞ്ഞ് ചെറുതാനിക്കലച്ഛൻ വന്നു. കാരണം ഈ മൂന്നുപേരുടെ കാലത്തും ഇവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നുള്ള ഒരു വേർതിരിവില്ലാതെ ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഈ പള്ളിയിൽ കൂടുകയും എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുകയും ചെയ്യും. അതുപോലെ ഹിന്ദുക്കളുടെ ഏതാവശ്യം വന്നാലും അച്ഛൻ മുൻപന്തി നിൽക്കും, മുസ്ലിങ്ങളുടെ കാര്യത്തിന് വന്നാലും അച്ഛൻ മുൻപന്തിയിലായിരുന്നു. മാത്യു ചെറുതാനിക്കലച്ഛനെ പറ്റി പറയുമ്പോൾ ഞങ്ങളുടെ ചെറുപ്പകാലം 10, 12, 15 വയസ്സ് കാലഘട്ടത്തിലൊക്കെ അച്ഛൻ്റെ ഒത്തിരി ശിക്ഷണവും സ്നേഹവും ഒത്തിരി അനുഭവിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. കാരണം ആ കാലത്ത് എല്ലാ ദിവസവും പള്ളി വരിക, ആത്മീയ വളരെ തീക്ഷ്ണതയോടെ അച്ഛൻ ആരെങ്കിലും ഒരു വീട്ടിൽ നിന്ന് പിള്ളേർ പള്ളി വന്നില്ലെങ്കിൽ തീർച്ചയായും അച്ഛൻ ഞങ്ങളെയൊക്കെ നോക്കി കൃത്യമായി കണ്ടുപിടിക്കുകയും എന്താണ് കാരണം അന്വേഷിക്കുകയും വരാത്തവരെ ശിക്ഷണത്തിന് സ്നേഹത്തോടുള്ള ശിക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആ ശിക്ഷണത്തിൻ്റെ ഫലമായി ഇന്നും എല്ലാ ദിവസവും പള്ളി വരുവാനും വെളിയിൽ പങ്കെടുക്കാനുള്ള അവസരം ഇന്നുണ്ടാകുമ്പോൾ എല്ലാ ദിവസവും അച്ഛനെ ഓർമ്മിക്കാറുണ്ട്. ചെറുതാനിക്കലച്ഛൻ്റെ കാലത്താണ് ഇവിടെ റോഡുണ്ടാക്കിയെന്ന് പറയുമ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് അച്ഛൻ മുൻപന്തിയിൽ നിന്ന് എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് റോഡുണ്ടാക്കി. അതിനുശേഷം കേരളത്തിൽ നിന്ന് ബസ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി വളരെയധികം ത്യാഗങ്ങൾ സഹിക്കുകയും അതിൽ എല്ലാവരെയും പങ്കുചേർപ്പിച്ചുകൊണ്ട് അവിടെ ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ചേർന്നുകൊണ്ടാണ് അച്ഛനോടൊപ്പം, അച്ഛൻ മുൻപന്തിയിൽ നിൽക്കും, ഞങ്ങളെല്ലാം അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചവരാണ്. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്നാൽ അച്ഛനടുത്ത് വന്ന് സങ്കടം പറഞ്ഞാൽ ഉടനെ അച്ഛൻ അത് നമ്മളെപ്പോലുള്ളവരെ ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ അവർക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുകയും പൊതുജനങ്ങളുമായി അച്ഛൻ വലിയ അടുപ്പമുള്ള ഒരാളായിരുന്നു. ഈ നാട്ടിലുള്ള ഏകദേശം ഇന്ന് കണ്ട വികസനത്തിൽ മുൻപന്തി എന്ന ആളാണ് അച്ഛൻ. കേവലം നിർമ്മാണ പ്രവർത്തനത്തിനപ്പുറം പള്ളിപണിയെ ഒരു വിശ്വാസ ചൈതന്യ ജീവിത പ്രക്രിയയായി പുനർവായിക്കാൻ അച്ഛൻ ഈ ജനതയെ പഠിപ്പിച്ചു. അതാണ് ഈ ദേവാലയത്തിൻ്റെ ചരിത്രം. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മിഷനറി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നല്ല വിഷൻ ഉള്ള ആളായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ആ വിഷൻ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. വലിയ ഒരു അതിരൂപതയായ ചങ്ങനാശ്ശേരിയുടെ ഒരു ചെറിയ ഇടവകയായ ഈ ഹോളി ഫാമിലി ഇടവകയെ വലിയ ഒരു ലക്ഷ്യത്തോടുകൂടി ഒരു വിഷനോടുകൂടി നയിച്ചതിനാലാണ് 1997 ചങ്ങനാശ്ശേരി വിഭജിച്ച് തെക്കൻ മിഷനെ ഒരു രൂപതയായി, തക്കല രൂപതയായി ഉയർത്തിയപ്പോൾ തക്കല രൂപതയുടെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഫൊറോന പള്ളിയായി
ഹോളി ഫാമിലി ഫൊറൈൻ ചർച്ചായി ഈ ഇടവകയെ ഉയർത്തിയത്. അദ്ദേഹത്തിൻ്റെ ആ മിഷൻ വിഷനോടുകൂടിയുള്ളതായിരുന്നു എന്ന് ഈ ഒരു കാര്യം മാത്രം നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ കാണുന്ന പള്ളി ഇരിക്കുന്ന സ്ഥലം അന്ന് നമ്മുടെ പള്ളിയുടെ അല്ലായിരുന്നു. ഇവിടെ താമസിച്ചിട്ട് ഒരു കുടുംബം, കുട്ടൻപിള്ള എന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെതായിരുന്നു. ആ കുടുംബത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ സ്ഥലത്താണ് ഇന്ന് ഈ പള്ളി ഇരിക്കുന്നത്. ആ വിലക്ക് വാങ്ങുന്നതിന് വേണ്ടി അന്ന് ഇവിടെ പള്ളിക്ക് പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ അച്ഛൻ ഇവിടെ നിന്ന് അഡ്വാൻസ് കൊടുത്തിട്ട് അച്ഛൻ്റെ വീട്ടിൽ പോയി അച്ഛൻ്റെ അപ്പൻ ബാങ്കിലിട്ടിരുന്ന പൈസ എടുത്ത് ഇവിടെ കൊണ്ടുവന്നാണ് ഈ വസ്തു വാങ്ങുന്നത്. അതിന് അച്ഛൻ്റെ കൂട്ടത്തിൽ അന്ന് കട്ടപ്പനയ്ക്ക് പോയ ഒരു വ്യക്തിയും ഞാനാണ്. ഈ സ്കൂളിൻ്റെ ആവശ്യങ്ങൾക്കും ചെന്നൈ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അച്ഛൻ്റെ ഈ 7 വർഷക്കാലത്തിൽ 6 വർഷക്കാലവും അച്ഛൻ്റെ സ്വന്തം സഹചാരിയായിട്ട് ഏതൊരു സമയത്തും കൂടെ ഉണ്ടായിരുന്നതും അച്ഛൻ്റെ ആ വ്യക്തിപ്രഭാവവും എല്ലാം നേരിട്ട് മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അച്ഛനോട് ഒത്തുനിന്ന് അന്ന് കാലങ്ങളിൽ പ്രവർത്തിച്ച ഒരു 7-8 പേര് അന്നത്തെ ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്. അവരെ അറിയപ്പെടുന്നത് എന്നെയും അച്ഛൻ്റെ ശിഷ്യന്മാരെന്ന്. അച്ഛൻ്റെ ആ വ്യക്തിത്വവും അച്ഛൻ്റെ ആ താല്പര്യങ്ങളും ആ വൃത്തിയും ഓരോ കാര്യം ചെയ്യുമ്പോഴുള്ള ആ ഇതെല്ലാം ഒരു പ്രത്യേകതയായിരുന്നു. അതിന് ഒരു ഉദാഹരണം, അച്ഛൻ ഈ പള്ളി പണിഞ്ഞു, സ്കൂൾ കെട്ടിടം പണിഞ്ഞു, സ്റ്റേജ് പണിഞ്ഞു, പള്ളിമുറി പണിഞ്ഞു, ഇതെല്ലാം പണിഞ്ഞെങ്കിലും ഒരു സ്ഥലത്ത് പോലും അച്ഛൻ്റെ പേര് കാണാൻ സാധിക്കില്ല. അച്ഛൻ്റെ പേര് ഒരു സ്ഥലത്തും കൊത്തിവെച്ചിട്ടില്ല. അതെല്ലാം ഇവിടുത്തെ മനുഷ്യൻ്റെ മനസ്സുകളിൽ മാത്രമേ പതിഞ്ഞിട്ടുള്ളൂ. അച്ഛൻ്റെ പേര് ഒരു സ്ഥലത്തും കാണത്തില്ല. അച്ഛൻ്റെ പേര് ആകെ ഉള്ളത് ഇവിടുത്തെ പട്ടയങ്ങളിൽ മാത്രമാണ്. പട്ടയം കിട്ടിയപ്പോൾ അച്ഛൻ്റെ പേര് അതിനകത്തുണ്ടായി. ഈ അടുത്ത കാലത്തും അച്ഛൻ വന്ന് ഒരാവശ്യത്തിന് വന്നപ്പോൾ രൂപതയിൽ നിന്ന് വിളിച്ച് അച്ഛൻ വന്ന് ആ പട്ടയം എഴുതി കൊടുത്തേച്ച്, പഞ്ചായത്തിന് എഴുതി കൊടുത്തില്ല, ഗവൺമെൻറ്റിന് എഴുതി കൊടുത്തിട്ട് വേണ്ടി വന്നു. അല്ലാതെ ഒരു സ്ഥലത്തും അച്ഛൻ്റെ പേര് കാണാൻ പറ്റില്ല. അതൊരു പ്രത്യേകതയാണ് പുള്ളിയുടെ. അതേപോലെ ഓരോ മനുഷ്യരോടുള്ള ആത്മാർത്ഥത, അവരോടുള്ള പ്രതിബദ്ധത, ഇടവകയോടുള്ള പ്രതിബദ്ധത, ഇതൊന്നും ഒരു കാരണവശാലും ഒരു മനുഷ്യനും ഈ ഇടവകയിൽ നിഷേധിക്കാൻ സാധിക്കില്ല. ഇന്ന് ഈ പള്ളി, അന്ന് ആറുകാണി പള്ളി എന്ന് പറയുന്ന ഒരു ചെറ്റക്കുട്ടിലായിരുന്നു. അത് ഈ ഭാഗത്ത് ഇവിടെ ഇരുന്നു. അച്ഛൻ ഇത്രയും വലിയൊരു പള്ളി ഇവിടെ പണിഞ്ഞ് ഇത് ഈ നാടിൻ്റെ തിലകക്കുറിയായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അത് ഈ ഇടവക്കാർക്ക് ഒരു കാരണവശാലും വിശ്വസിക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ സാമ്പത്തികം എന്ന് പറയുന്നത് ഇടവയിൽ നിന്ന് അന്നത്തെ സാമ്പത്തികമില്ലാത്ത ഈ ഇടവയിൽ നിന്ന് കിട്ടിയ ചെറിയ തുച്ഛമായ കോൺട്രിബ്യൂഷൻ അല്ലാതെ ബാക്കി പണം എവിടെ നിന്ന് സ്വരൂപിച്ചെന്ന് പോലെ ഇടവക്കാർക്ക് അറിയത്തില്ല. വളരെ കഷ്ടപ്പെട്ട് 75,000 രൂപ ഒരു എസ്റ്റിമേറ്റ് കണ്ടും കൊണ്ട് തുടങ്ങിയ പള്ളി ആ കാലത്ത് 2 ലക്ഷത്തിന് മേൽ രൂപ മുടക്കി അതിൻ്റെ പണി കംപ്ലീറ്റ് 2 വർഷം കൊണ്ട് പൂർത്തിയാക്കിയതിന് ശേഷം അച്ഛൻ ഒത്തിരി നാളോടെ ഇരിക്കാതെ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ വാങ്ങിച്ച് പോവുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ 10 കാണി സെയിൻറ് തോമസ് ദേവാലയത്തിൻ്റെ ചുമതല കൂടി ചെറുതാനിക്കൽ അച്ഛൻ്റെ കൈകളിൽ ഭദ്രമായിരുന്നു. തൻ്റെ ജനത്തെ ഒന്നാകെ ദൈവഹിതമനുസരിച്ച് നയിക്കാൻ ഈ വൈദികൻ എന്നും സദാ തൽപരനായിരുന്നു. അച്ഛൻ്റെ അൾത്താര ബാലന്മാരിൽ ഒരാളായിരുന്നു ഞാൻ. അച്ഛൻ ഈ നാടിൻ്റെ ഒന്നാകെ നേതൃസ്ഥാനത്തേക്ക് ഉയർന്ന് നാടിൻ്റെ എല്ലാവിധ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തു എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഒരു ഇടവകാരി എന്ന നിലയിൽ അച്ഛൻ്റെ ആധ്യാത്മിക രംഗത്തുള്ള പ്രവർത്തനങ്ങളെയാണ് ഞാൻ ഏറെ വിലമതിക്കുന്നത്. ഇടവകാംഗങ്ങളുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് ഉതകുന്ന എല്ലാ കാര്യങ്ങളിലും അച്ഛൻ വളരെ തീക്ഷ്ണതയോടുകൂടി ശ്രദ്ധാപൂർവം ഞങ്ങളെ എല്ലാവരെയും ദേവാലയത്തിൽ ദിവസവും ദീപബലിയിൽ പങ്കെടുക്കുന്നതിനും അതുപോലെ തന്നെ അൾത്താരമാലന്മാരെന്ന നിലയിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായാൽ അവയെ ശ്രദ്ധാപൂർവം ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. കുട്ടികളായിരുന്ന ഞങ്ങളെ മാത്രമല്ല മുതിർന്നവരും ആധ്യാത്മിക കാര്യങ്ങളിൽ തീക്ഷ്ണത കാണിക്കേണ്ടതിൻ്റെ ആവശ്യകത അച്ഛൻ ഊന്നിപ്പറയുകയും അതിനാവശ്യമായ എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുകയും ചെയ്തിരുന്നു. അച്ഛനൊരു വലിയ വാഗ്മിയോ ഗായകനോ ഒന്നും ആയിരുന്നില്ലെങ്കിൽ തന്നെയും ഭക്തിപൂർവമായ ദീപബലി പങ്കെടുക്കുക എന്നുള്ളത് ഒരു അനുഭവമായിരുന്നു. ബഹുമാനപ്പെട്ട മാത്യു ചെറുതാനിക്കലച്ഛനെ പറ്റി ഓർക്കുമ്പോൾ യുവാക്കളായിരുന്ന ഞങ്ങൾ അദ്ദേഹം
നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രോത്സാഹനങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഞങ്ങളുടെ ഓർമ്മയിൽ വരുന്നത്. എന്തെങ്കിലുമൊക്കെ പിഴവുകൾ സംഭവിച്ചിരിക്കുന്ന സമയങ്ങളിൽ വ്യക്തിപരമായി വിളിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയും ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്ത ഓർമ്മകൾ ഞങ്ങൾക്ക് സജീവമായി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സുകളിലുണ്ട്. അതുപോലെ തന്നെ നിത്യസഹായ മാതാവിനുള്ള നൊവേന ശനിയാഴ്ചകളിൽ ആരംഭിച്ചത് അച്ഛൻ്റെ കാലത്താണ്. അച്ഛനോടൊപ്പം ഈ ഇടവകയിലെ വീട് വെഞ്ചരിപ്പ് മുതലായ കാര്യങ്ങളിൽ കൂടെ പോകുവാനും പങ്കെടുക്കുവാനുമെല്ലാം എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇടവകയിലെ ഓരോ ജനത്തിൻ്റെയും ആവശ്യം മനസ്സിലാക്കി നമ്മൾ പലപ്പോഴും പറയാതെ തന്നെ അവയ്ക്ക് ശരിയായ പരിഹാരം കാണുന്നതിനും അതുപോലെ രോഗികളായിരിക്കുന്ന ആളുകളെ പ്രത്യേകിച്ചും ഭവനങ്ങളിൽ പോയി സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ കുദാശകൾ നൽകുന്ന കാര്യത്തിലും അച്ഛൻ വളരെ തൽപരനായിരുന്നു. ഓരോ ജനത്തിൻ്റെ ആവശ്യം എന്താണെന്ന് അച്ഛൻ നേരിട്ട് മനസ്സിലാക്കി മറ്റൊരാൾ അറിയാതെ തന്നെ അവയ്ക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ പരിഹാരങ്ങളും സഹായങ്ങളും അച്ഛൻ ചെയ്യുമായിരുന്നു. ഒരു ആധ്യാത്മിക പിതാവെന്ന നിലയിൽ ആരെയും തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യുന്നത് അച്ഛൻ്റെ ഒരു സവിശേഷമായ സ്വഭാവമായിരുന്നു. സത്യസന്ധതയും വാക്കുകളിലുള്ള വിശ്വസ്തതയുമെല്ലാം അച്ഛൻ്റെ നിർബന്ധമായിരുന്നു. അതുപോലെ തന്നെ സമയനിഷ്ഠയും അച്ഛൻ്റെ ഒരു പ്രത്യേക സ്വഭാവ ഗുണമായിരുന്നു. നാടിൻ്റെ സമഗ്ര വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ് അച്ഛൻ ഇവിടെ നിലവിലുണ്ടായിരുന്ന UP സ്കൂളിനെ ഹൈസ്കൂൾ തലത്തിലേക്ക് ഉയർത്തിയത്. നമ്മൾ കാണുന്ന ഈ പെരിയ ബഹുമാനപ്പെട്ട ചെറുതാനിക്കൽ അച്ഛൻ 1972-73 ഈ ആറുകാണി മേഖലയിലേക്ക് കടന്നു വരുന്നത്. കുട്ടികളുടെ പഠനമാർഗങ്ങളെ അച്ഛൻ എന്നും പ്രാർത്ഥനാപൂർവം അനുഗമിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്കിവിടെ ഉണ്ടായിരുന്നത് ഒരു പ്രൈമറി സ്കൂൾ ആണ് ആദ്യം ഉണ്ടായിരുന്നത്. അച്ഛൻ്റെ പരിശ്രമ ഫലമായിട്ടാണ് ഈ സ്കൂള് ഒരു ഹൈസ്കൂളായിട്ട് ഉയർന്നത്. സ്കൂൾ കെട്ടിടങ്ങളില്ലാതിരുന്ന സമയത്ത് അന്ന് വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു. അച്ഛൻ്റെ പരിശ്രമം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ കാണുന്ന ഈ സ്കൂൾ കെട്ടിടങ്ങളെല്ലാം ഇവിടെ ഉണ്ടായത്. സ്കൂൾ മാത്രമല്ല, പള്ളിമുറി എല്ലാം അച്ഛൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായതാണ്. അച്ഛനെ ഈ നാട്ടുകാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. കാരണം എല്ലാ ജാതി മതത്തിലുള്ള എല്ലാ മനുഷ്യരെയും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അച്ഛന്. അച്ഛൻ ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ, ഞാൻ സ്കൂളിൽ ഒരു ടീച്ചറായിരുന്ന എന്നെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തതും അച്ഛൻ തന്നെയാണ്. അത്രയും കാലം ഈ അച്ഛൻ ഈ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും നന്നായിട്ട് ഇടപെട്ടിരുന്നു. അതായത് സ്കൂളിൻ്റെ അച്ചടക്കത്തിൻ്റെ കാര്യമായാലും വിദ്യാഭ്യാസപരമായ കാര്യത്തിനാണേലും എല്ലാം അച്ഛൻ വളരെയേറെ ശ്രദ്ധ ചെലുത്തിയെന്നു. കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ആദ്യ വെള്ളിയാഴ്ചകളിൽ നമ്മുടെ ഈ പള്ളിയിൽ അന്ന് അച്ഛൻ കുർബാന നടത്തുകയും പിള്ളേരെ കുമ്പസാരിപ്പിക്കാനെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്നു. സ്കൂളിൻ്റെ കാര്യത്തിലും ഒത്തിരി പേർക്ക് ജോലി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ, അന്ന് ഇത് പള്ളിയുടെ സ്കൂളായിരുന്നു, അതുകൊണ്ട് ഇൻഡിവിജ്വലായിട്ടുള്ള സ്കൂളായതുകൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് ജോലി കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ആ ആൾക്കാരെല്ലാം അച്ഛനോട് ഭയങ്കരമായ പ്രതിബദ്ധതയാണ്. കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ട വിദ്യാഭ്യാസം നമ്മുടെ അനാസ്ഥ മൂലം നഷ്ടപ്പെട്ടുകൂടാ എന്ന് അച്ഛന് ഏറെ നിർബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ ഫലമാണ് ഈ കാണുന്ന അക്ഷരപ്പൂന്തോട്ടം. അദ്ദേഹം സ്കൂളുകൾ വളരെ ക്രമപ്പെടുത്തുകയും അതുവരെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെ വിപുലപ്പെടുത്തി
കൂടുതൽ വിദ്യാഭ്യാസം കിട്ടത്തക്ക രീതിയിൽ ആ സ്കൂളിനെ, നമ്മുടെ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിനെ വളർത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വ്യക്തിത്വത്തിനുടമയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആയിരത്തി 1978 തോന്നുന്നു ഹൈസ്കൂൾ ആരംഭിച്ചു. അതിനുവേണ്ടി ഒരുപാട് പ്രാവശ്യം മദ്രാസിലൊക്കെ പോയി ഡയറക്ടറെയും ഒക്കെ മന്ത്രിയെയൊക്കെ കാണേണ്ടതായിട്ടുണ്ടായിരുന്നു. അന്ന് അധിക അനുവാദം കിട്ടുക വളരെ എളുപ്പമായിരുന്നില്ല. ഞങ്ങൾ ആ MLA-മാരെയോ MLC-മാരെയോ ഒക്കെ കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ അവരത് പരിഗണിക്കാം, നിങ്ങൾക്ക് സ്കൂളിൻ്റെ കാര്യം തീർച്ചയായിട്ടും ഞങ്ങളുടെ പരിഗണനയുണ്ട് എന്നൊക്കെ പറഞ്ഞു വിടും. പക്ഷേ ഇവിടെ വരുമ്പോൾ പരിഗണനയൊന്നും ഞങ്ങൾക്ക് കിട്ടാറില്ലായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ഒരു 10-20 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് മദ്രാസിൽ പോയിട്ടുണ്ട് ഇക്കാര്യത്തിന് വേണ്ടി. അങ്ങനെ അവസാനം നാഗർകോവിൽ കളക്ടർ ശങ്കര സുബ്രഹ്മണ്യൻ എന്നും പറഞ്ഞൊരു സാറായിരുന്നു. അദ്ദേഹം നമുക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ കൊടുത്തു. കാരണം അവിടെ ആറുകാണിയിൽ 10-15 കിലോമീറ്ററിനകത്ത് വേറെ സ്കൂളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് കൊണ്ട് കന്യാകുമാരി ജില്ലയിൽ ധാരാളം സ്കൂളുകൾക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്ന് ഒരിക്കലും ആറുകാണി സ്കൂൾ മാത്രം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് അനുവദിക്കുകയും ഡയറക്ടറുടെയും കളക്ടറുടെയൊക്കെ പ്രത്യേകമായ നിരന്തരമായ അഭ്യർത്ഥനയുടെയും റെക്കമെൻഡേഷൻ്റെയൊക്കെ ഫലമായിട്ടാണ് സ്കൂള് കിട്ടിയത്. അന്ന് സ്കൂള് കിട്ടിയപ്പോൾ ഞങ്ങൾ അന്ന് തമിഴ്നാട്ടിൽ 11ാം ക്ലാസ് ആയിരുന്നു SLC, അതിൻ്റെ അവസാനത്തെ വർഷമായിരുന്നു. അതുകൊണ്ട് സ്കൂളിന് അംഗീകാരം കിട്ടിയ വർഷം 2 ബാച്ചാണ് SLC, 10ാം ക്ലാസ്സിൻ്റെ ബാച്ചും 11ാം ക്ലാസ്സിൻ്റെ ബാച്ചും. അങ്ങനെ 2 ക്ലാസ്സുകൾ ഒരുമിച്ച് പരീക്ഷ എഴുതി അവർ നല്ല റിസൾട്ട് ആ കൊല്ലം ഉണ്ടാവുകയും ചെയ്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം. റോഡും വാഹന സൗകര്യങ്ങളും ഒരു നാടിൻ്റെ പുരോഗതിയിലെ നിർണായക ഘടകങ്ങളാണ്. അത്തരം മേഖലകളിലും ഈ വൈദികൻ്റെ സംഭാവനകൾ ആറുകാണിക്കാർക്ക് മറക്കാൻ കഴിയില്ല. നെയ്യാറ്റിൻകരയിൽ നിന്നും ചെമ്പകപ്പാറയിലേക്ക് ഒരു പുതിയ ബസ് സർവീസ് ആരംഭിക്കുന്നത് അച്ഛൻ്റെയും കൂടി പരിശ്രമ ഫലമാണ്. ഇവിടെ പലരും പരാമർശിച്ച ഒരു കാര്യമുണ്ട്. ശിലാഫലകങ്ങളിലല്ല, മനുഷ്യ ഹൃദയങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു മാത്യു ചെറുതാനിക്കലച്ചൻ. ഇവിടെ എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും, ഇവിടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോഴും, ഒരു 50 വയസ്സിന് മുകളിലുള്ള ഏതൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴും, ഇടവകാംഗങ്ങളല്ല മറ്റുള്ള ഏതു വ്യക്തിയോട് സംസാരിച്ചാലും, ഈ ഇടവകയിൽ ഒരു 35 വർഷത്തിന് മുകളിൽ പാരമ്പര്യമുള്ള ഏതൊരു വ്യക്തിയോട് സംസാരിച്ചാലും പറയും, ഞങ്ങൾ ചെറുതാനിക്കലച്ചൻ്റെ കാലഘട്ടത്തിൽ എല്ലാ മതത്തിലുള്ള ആളുകൾ, വളരെയധികം പേരുകൾ അവർ പറയാറുണ്ട്, പലതരത്തിലുള്ള മതവിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തികൾ ഇവിടെ കടന്നു വന്ന് ഒരേപോലെ ഇരുന്ന് ഭക്ഷിച്ച് ഈ പള്ളിയുടെ മോണ്ടലത്തിൽ കടന്ന് ഉറങ്ങി അവർ ഒരേ മനസ്സോടുകൂടി ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത്. എങ്ങനെയൊക്കെ പറഞ്ഞാലും, എല്ലാ തരത്തിലും നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ ആറുകാണിയാക്കുന്നതിൽ ഏറ്റവും അധികം അധ്വാനിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് നമ്മുടെ മാത്യു ചെറുതാനിക്കലച്ചൻ. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒന്നിനോട് ഒന്ന് മികച്ചതായിരുന്നു. ആ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഇന്നും അംഗീകരിക്കുന്നു. അതിനുശേഷം വന്നിരിക്കുന്ന ഓരോ വൈദികർക്കും മാത്യു ചെറുതാനിക്കലച്ചൻ്റെ ആ ഇടപെടൽ മൂലമുണ്ടായിരുന്ന
വലിയ ഒരു നല്ല സാഹചര്യം പ്രയോജനപ്പെടുത്തി മുന്നേറാൻ കഴിഞ്ഞിരിക്കുന്നു. തക്കല രൂപതയുടെ ഏറ്റവും മനോഹരമായ ഒരു ഇടവക സമൂഹമായിട്ട് ഇന്ന് ആറുകാണി രൂപപ്പെട്ടുകൊണ്ടുമിരിക്കുന്നു. ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ. ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം. സുഭഗമോർമ്മകൾ പീലി നീർത്തുന്ന കാലം